ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പുള്ളിക്കാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അൽത്താഫും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പായിരിക്കും. നമുക്ക് ഏത് മലയിലേക്ക് വേണമെങ്കിലും കയറാം, എവിടെ വേണമെങ്കിലും കയറാം. നമുക്ക് എങ്ങോട്ടൊക്കെ കയറാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ കയറാം. ഇങ്ങോട്ടുള്ള റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാ തൊടുപുഴ റൂട്ടിൽ നിന്ന് നേരെ മുട്ടം പോകണം. മുട്ടത്തുനിന്ന് നേരെ കാഞ്ഞാറിന് റൈറ്റിലോട്ടാണ് പുള്ളിക്കാനം വാഗമൺ റൂട്ട് കിടക്കുന്നത്. അതിൽ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. അപ്പം നമ്മൾ പുള്ളിക്കാനത്താണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, മൊത്തം പച്ചപ്പുല്ലിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായൊരു സ്ഥലമാണ് പുള്ളിക്കാനം. അപ്പം ഞാൻ നിങ്ങളൊരു വ്യൂ കാണിക്കാനായിട്ട് സത്യത്തിൽ ഇപ്പം കാണിച്ചത്. ഇത് ഈ ദൂരെ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എസ് വളവിലേക്ക് പോകുന്നതിൻ്റെ ആ മുമ്പുള്ള സ്ഥലമാണ് ഈ കാണുന്ന എസ് വളവ്. അപ്പോൾ അതിനൊക്കെ തൊട്ട് മുമ്പ് ഉള്ളിലേക്ക് ചെറിയൊരു ഓഫ് റോഡുണ്ട്. ഇപ്പം ഞാൻ ആ ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ അങ്ങ് പോകുമ്പം നല്ല കിടിലനൊരു വ്യൂ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. കണ്ട, ഇല്ലിക്കക്കല്ലിൻ്റെ പുള്ളിക്കാനത്ത് നിന്നുള്ള ദൂരമാണ് കേട്ടോ. പുള്ളിക്കാനത്ത് നിന്ന് ഇല്ലിക്കക്കല്ലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുന്നൊരു വ്യൂ ആണേ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി സാധനമാണ്. ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട്, ഞാൻ പലതവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വ്യൂ ഇവിടെ കണ്ടിട്ടില്ല. അടിപൊളിയാണ്, നല്ല വൈബ് സ്ഥലം. നല്ല മലയും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ ഭംഗിയെന്ന് നോക്കിയേ. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാഗമണിൻ്റെ അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. അങ്ങോട്ട് വാഗമണിൻ്റെ ഭാഗങ്ങളാണ്. താഴത്തേക്ക് നല്ലൊരു കൊക്ക പോലെ ഇങ്ങനെ കിടക്കണം. ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു കാഴ്ചയിൽ അങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട്. സത്യം ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറിയിട്ട് വെയിൽ അനുഭവിച്ചിട്ടില്ല. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സൂര്യപ്രകാശമൊക്കെ കാണാം. പക്ഷെ നമുക്ക് ചൂട് അത്രയ്ക്ക് ജയിക്കുന്നില്ല. നല്ല തണുപ്പാണിപ്പോൾ. മഴയും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറഞ്ഞത്. ഒരു രക്ഷയില്ല കേട്ടോ. കിടുക്കനെന്ന് പറഞ്ഞാൽ പോരാ, അതിനൊക്കെ അപ്പുറമാണ്. നമ്മൾ കാഞ്ഞാറിന്ന് പുള്ളിക്കാനം റൂട്ടിലേക്ക് കയറി ഏകദേശം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു അവസ്ഥ കാണിക്കുകയാണ്. കാരണം ഈ ഒരു നല്ലൊരു പ്രദേശം യാത്രക്കാരെന്ന് പറഞ്ഞാൽ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ കാണിക്കുന്ന കാട്ടായമാണ് ഈ കാണുന്നത്. കാരണം മൊത്തം പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഫുഡ് വേസ്റ്റ് അതുപോലുള്ള വേസ്റ്റുകൾ ഇത്രയും മനോഹരമായൊരു സ്ഥലത്തുകൊണ്ടിടുന്നതാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതുപോലുള്ള വേസ്റ്റുകളൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും
കളയരുത്. വരും തലമുറകൾക്കും ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മൾ പുള്ളിക്കാനത്തിൻ്റെ മേൽഭാഗത്തുള്ള പുൽമേടുകളുടെയൊക്കെ ഭാഗങ്ങൾ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വാഗമൺ റൂട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുള്ള വ്യൂ ആണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടമാണ്. നോക്കി, ഫുള്ള് തേയിലത്തോട്ടമാണ് അങ്ങോട്ട്. പിന്നെ ഒരു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് ഗ്രാമങ്ങളെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. ആ വീടൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു തമിഴ്നാട് ടച്ചാണ് ഈ ഭാഗം കാണുമ്പോഴത്തേക്ക്. അങ്ങനെ പുള്ളിക്കാനത്തെ കുറേ കാഴ്ചകൾ കണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഓരോ യാത്രയിലും ഓരോ അനുഭവങ്ങളെന്ന് പറയുന്ന പോലെ തന്നെ ഇന്നത്തെ യാത്രയിൽ എനിക്ക് ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഓഫ് റോഡ് കയറിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അത് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ആ ഒരു ഇതുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ അതാരെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിക്കാനത്തെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.